നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച അവസാനമെത്തിയത് ആണവ നിലയത്തിലേക്ക്. സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കുകയാണ് പോംവഴിയെന്ന് കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടർ. നിലയം സ്ഥാപിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം കാസർഗോഡ് ചീമേനിയാണെന്നും കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നിവരെ അറിയിച്ചു. 150 ഏക്കർ ഭൂമി കണ്ടെത്തിയാൽ നിലയം സ്ഥാപിക്കാൻ അനുമതി നൽകും. ഇതിനായി തൃശൂർ അതിരപ്പിള്ളിയിലും ചീമേനിയിലും സ്ഥലം കണ്ടെത്തിയിരുന്നു. എന്നാൽ അതിരപ്പിള്ളിയിൽ വലിയ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ പോകുകയാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. ആണവ നിലയം സ്ഥാപിച്ചാൽ 1.5 കിലോമീറ്റർ ബഫർ സോണിനുള്ളിൽ ടൂറിസം ഉൾപ്പെടെ വലിയ പദ്ധതികൾ പാടില്ലെന്ന് വ്യവസ്ഥയുള്ളതിനാലാണ് ചീമേനി പരിഗണിക്കുന്നത്. കേരളത്തിലെ തോറിയം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാനത്തിന് പുറത്ത് നിലയം സ്ഥാപിക്കാൻ സഹായിക്കണമെന്നും അതിൽ നിന്ന് കേരളത്തിന് അർഹമായ വൈദ്യുതി വിഹിതം അനുവദിക്കണമെന്നുമാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പ് കേന്ദ്രമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ ഇവയായിരുന്നു. 2025 മാർച്ച് ജൂൺ മാസങ്ങളിൽ NTPC ടാൽച്ചർ നിലയത്തിൽ നിന്നുള്ള വൈദ്യുതി വിഹിതം ഇപ്പോഴത്തെ വിലയിൽ തന്നെ 400 മെഗാവാട്ടായി ഉയർത്തുകയും 5 വർഷം ലഭ്യമാക്കുകയും വേണം. NTPC ബാർ നിലയത്തിൽ നിന്ന് 2025 മാർച്ച് വരെയുള്ള 177 മെഗാവാട്ട് വൈദ്യുതി വിഹിതം ജൂൺ വരെ നീട്ടണം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ വിഹിതം 400 മെഗാവാട്ടായി ഉയർത്തണം. രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷനിൽ നിന്ന് 350 മെഗാവാട്ട് മുൻഗണനാ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കണം. ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന ബസ് സംവിധാനം, പമ്പ്ഡ് സ്റ്റോറേജ്, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയ്ക്ക് കുറഞ്ഞത് മൊത്തം നിക്ഷേപത്തിന്റെ 40% വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കണം. വിദേശ ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭിക്കാൻ അവസരമൊരുക്കണം. സംസ്ഥാനത്തിന് 465 മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചിരുന്ന 4 ദീർഘകാല കരാറുകൾ റദ്ദാക്കിയ നടപടിയിൽ കേന്ദ്രത്തിന് ഇടപെടാനാകുമോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അറിയിച്ചു. കരാർ റദ്ദാക്കിയതിനെതിരായ അപ്പീൽ വൈദ്യുതി അപ്പലറ്റ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ്. കരാർ പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. അതേസമയം അണുബോംബുകൾ കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ ആണവ നിലയങ്ങൾ ഉറപ്പിച്ചുവെച്ച അണുബോംബാണെന്ന്, രണ്ടിലും പ്ലൂട്ടോണിയമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നതെന്ന് കൂടംകുളം സമരസമിതി നേതാവ് SP ഉദയകുമാർ പറഞ്ഞു. ചീമേനിയിൽ നടന്ന ആണവ വിരുദ്ധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആണവ നിലയം തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും വലിയ തോതിൽ നമുക്ക് വൈദ്യുതി നഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല 600 വർഷത്തോളം ആണവ മാലിന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണം. ഇതിനായി വൻ തുകയാണ് ആവശ്യം. 20,000 വർഷത്തോളം ആണവ മാലിന്യങ്ങൾ ഭീഷണിയുമാണ്. പെരിങ്ങോം, ഭൂതത്താൻകെട്ട് ആണവ പദ്ധതികൾ വന്നപ്പോൾ എതിർത്ത് തള്ളിയതാണ് കേരളത്തിലെ ജനങ്ങൾ. മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ല കേരളം. ഇവിടെ ഇത് തടയാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എവിടെയും തടയാൻ കഴിയില്ല എന്നും SP ഉദയകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.